നരേന്ദ്രമോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോട്ടയത്ത് ബിജെപിയുടെ ബഹുജന റാലി. രാജ്യത്ത് കലാപശ്രമം നടത്താൻ ശ്രമിച്ച രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയും ഇതിന് കൂട്ടുനിന്ന കോൺഗ്രസിനെതിരെയും പ്രതിഷേധ സൂചകമായിട്ടായിരുന്നു ബഹുജന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത്? രാജ്യവിരുദ്ധർ കലാപശ്രമം നടത്തിയതെങ്ങനെ? ഇക്കഴിഞ്ഞ 21-ാം തീയതി ഡൽഹിയിൽ യഥാർത്ഥത്തിൽ നടന്നത് വിശദീകരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ജോർജ് കുര്യൻ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എല്ലാ രാജ്യവിരുദ്ധ ശക്തികളും നരേന്ദ്രമോദിയെ എതിർക്കുന്നവരും ഡൽഹിയിലെത്തി. പോലീസുകാരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ചെയ്തത് ഈ പെപ്പർ സ്പ്രേ അവരുടെ മുഖത്തേക്ക് അടിച്ചു. മാത്രമല്ല അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, അവരെ ആക്രമിച്ചു. അത് ഈ കുട്ടികളാണെന്നല്ല പറയുന്നത്, ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ തീവ്രവാദി സംഘടനകള്, അതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, രാജ്യവിരുദ്ധരുണ്ട്. അവർക്കെല്ലാം നിർദ്ദേശം കിട്ടിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. നരേന്ദ്രമോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബിജെപി കോട്ടയം നഗരത്തിൽ നടത്തിയ ബഹുജന റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ. കോട്ടയം നഗരത്തിൽ ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച ബിജെപിയുടെ ബഹുജന റാലി തിരുനക്കര മൈതാനത്ത് സമാപിച്ചു. ദേശവിരുദ്ധരെ തിരിച്ചറിയണം, രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് കോൺഗ്രസും രാഹുലും ശ്രമിക്കുന്നത്. രാജ്യവിരുദ്ധർക്കൊപ്പമാണ് കോൺഗ്രസ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോസ്റ്ററുകളും ബാനറുകളും ഉയർത്തിയായിരുന്നു ബിജെപിയുടെ ബഹുജന റാലി. ഒപ്പം നരേന്ദ്രമോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുദ്രാവാക്യങ്ങളും ബഹുജന റാലിയിൽ മുഴങ്ങി. ജനം, കോട്ടയം.